السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمدك يا من أوضحت لنا سبل الهداية وأوزعت عن بصائرنا غشوة الغبايا، ونصلي ونسلم على من أرسلت إلينا شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ولدتك أمك يا ابن آدم باكيا والناس حولك يضحكون سرورا، فاعمل لنفسك أن تكون إذا بكوا في حين موتك ضاحكا مسرورا. സ്നേഹധരണീയരായ നല്ലവരായ നാട്ടുകാരെ, പ്രിയങ്കരരായ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അവനേറെ ഇഷ്ടപ്പെടുന്ന പവിത്രമായ ഒരു മജ്ലിസിൽ ഒത്തൊരുമിച്ചിരിക്കാൻ അള്ളാഹു നമുക്ക് മഹത്തായൊരവസരത്തെ അനുകൂലമാക്കി തന്നിരിക്കുകയാണ്. ഈ ഒരവസ്ഥയെ നമുക്ക് വേണ്ടി പ്രദാനം ചെയ്ത പ്രപഞ്ചങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മുടെ ഈ ഉദ്യമത്തെ, ഇവിടെ ഒരുമിച്ച് കൂടിയ ഈയൊരു നന്മയെ അള്ളാഹു നമ്മളിൽ നിന്ന് പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിൽ മാനസികമായും ശാരീരികമായും ഒട്ടനവധി പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും സമാധാനമുള്ള നിർഭയത്വമുള്ള ജീവിതം രണ്ട് ലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ടി ദിവസങ്ങളോളം പല രൂപത്തിൽ ഇടപെട്ട ആളുകളുണ്ട്. ഇന്ന് രാവിലെ വീടുകൾ കയറിയിറങ്ങിയ, സ്ക്വാഡ് വർക്ക് നടത്തിയ പ്രവർത്തകരുണ്ട്. ഈ പ്രോഗ്രാമിന് വേണ്ടി ചെറുതും വലുതുമായ സേവനങ്ങൾ ചെയ്ത വേറെയും ആളുകളുണ്ട്. എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഇങ്ങനെയൊരു വീടിൻ്റെ മുറ്റത്ത്
ശാന്തഗംഭീരമായ ഈ ഒരു പ്രദേശത്ത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനെ കുറിച്ച് കൊണ്ട് സംസാരിക്കാൻ, അതിൽ പങ്കെടുക്കാൻ അള്ളാഹു ഇന്ന് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളാണ്. ഒരു ദീനിൻ്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ നേരത്തെ സംസാരിച്ച ബഹുമാനനായ നജ്മി ഉസ്താദ് പറഞ്ഞതുപോലെ സദസ്സിൻ്റെ വലിപ്പമോ ചെറുപ്പമോ അല്ല. ഇത്തരം സദസ്സുകൾ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒട്ടനവധി ഫളലുകളുണ്ട്. വീട്ടിൽ നിന്ന് നിയത്താക്കി ഇറങ്ങുന്നത് മുതൽ തന്നെ ഈ ഒരു സംരംഭം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നത് വരെ അചിന്തനീയമായ, ചിന്തിക്കാൻ കഴിയാത്ത ഒട്ടനവധി നേട്ടങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, നിങ്ങൾ സ്വർഗത്തിലെ ചില തോട്ടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ കയറണം, പരമാവധി അതിനെ ആസ്വദിക്കണം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഏതാണ് ആ സ്വർഗത്തിലെ തോട്ടം? അത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് കൊണ്ട് സംസാരിക്കുന്ന സദസ്സുകളാണ്. നേരത്തെ സംസാരിച്ച ബഹുമാന്യനായ നജ്മി ഉസ്താദ് പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത ജീവിതമാണ്. വയനാട് ജില്ലയിൽ കഴിഞ്ഞ ആഴ്ച സംഭവിച്ച ഉരുൾപൊട്ടൽ ഒട്ടനവധി ആളുകൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടാക്കിയ പ്രകൃതി ദുരന്തമാണ്. മഴ പെയ്യുണ്ടോ? ചെറിയ മഴയാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കൂടുകയാണെങ്കിൽ നമുക്ക് വേറെ സംവിധാനം ചെയ്യാം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു കാലാവസ്ഥയെ നമുക്ക് അനുകൂലമാക്കി തരുമാറാകട്ടെ. പിന്നെ ഞാൻ ഏതാനും ദിവസങ്ങളായിട്ട് എനിക്ക് കിട്ടിയ സദസ്സുകളിലൊക്കെ ഞാൻ ഓർമ്മിക്കുന്നൊരു വ്യക്തിയുണ്ട്. വയനാട് ചൂരൽമലയിലെ മുണ്ടക്കൈയിലുള്ള നൗഫൽ സാഹിബ്. അദ്ദേഹം പ്രവാസിയാണ്. പ്രവാസ ജീവിതത്തിനിടയിൽ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞത് സ്നേഹനിധികളായ കുടുംബാംഗങ്ങളെയും 2 നിലയുള്ള ഒരു വീടുമാണ്. പ്രളയം അതെല്ലാം എടുത്തുകൊണ്ടുപോയി. അവിടെ അങ്ങനെ ഒരു വീടുണ്ടായിരുന്നോ എന്നുപോലും അറിയാത്ത രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ആ വീട് നിന്നിരുന്ന സ്ഥലത്തെ ആ പ്രളയം കൊണ്ടുപോയി. ഒരുപക്ഷെ വീട് പോയാൽ അദ്ദേഹം മനസ്സിനെ പലതും പറഞ്ഞ് സമാധാനപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞേക്കാം. ആ വീട്ടിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെട്ടു. അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ, ദമ്പതികൾക്ക് അള്ളാഹു നൽകിയ 3 മക്കൾ, 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയും നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സ്നേഹനിധിയായ മാതാവിനെയും നഷ്ടപ്പെട്ടു. കുടുംബത്തിലെ ടോട്ടൽ 11 പേരെയാണ് അദ്ദേഹത്തിന് നഷ്ടമായത്. ഇങ്ങനെ ഒരുപാട് ആളുകൾ അവിടെയുണ്ട്. അദ്ദേഹം മീഡിയക്കാർക്കൊന്നും കുറച്ച് ദിവസം മുഖം കൊടുത്തിരുന്നില്ല, സംസാരിച്ചിരുന്നില്ല. ഇന്നലെ അദ്ദേഹം പ്രതികരിച്ചു. ഈ ഉള്ളവൻ ആ സംസാരം കേട്ടപ്പോൾ ഒരുപാട് മാനസികമായിട്ട് സങ്കടപ്പെട്ടു. എല്ലാം അള്ളാഹുവിൻ്റെ വിധി എന്ന് പറഞ്ഞ് സമാധാനിക്കാം. അദ്ദേഹം അവസാനമായി പ്രവാസ ലോകത്തേക്ക് പോയപ്പോൾ 8 വയസ്സായ മകൻ ഉപ്പാക്ക് വേണ്ടി ലഗേജിൽ വെക്കാനൊരു സർപ്രൈസ് കൊടുത്തു.
ഉപ്പയോട് അവൻ പറഞ്ഞിരുന്നു, ഉപ്പച്ചി നിങ്ങൾ റൂമിൽ ചെന്നിട്ട്, ഗൾഫിൽ റൂമിൽ ചെന്നിട്ട് ഇത് പൊട്ടിക്കാവോ? ഉപ്പ ഇന്നലെ അത് കാണിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത്. ആ കുട്ടിയുടെ ആവശ്യപ്രകാരം നൗഫൽ എന്ന് പറയുന്ന സഹോദരൻ റൂമിലെത്തി. തൻ്റെ മകൻ കൊടുത്ത സർപ്രൈസ് എന്ന് പറഞ്ഞ ചെറിയ ഒരു പാക്ക് പൊട്ടിച്ചു നോക്കിയപ്പോൾ അതിലെഴുതി വച്ചിരിക്കുന്നത് ഐ ലവ് മൈ ഫാദർ, ഐ ലവ് മൈ ഗ്രേറ്റ് ഫാദർ, ഉപ്പ എൻ്റെ ജീവനാണ് എന്ന് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ഒരു ഹേർട്ടിൻ്റെ ചിഹ്നവും വരച്ചു വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് 3 മക്കളാണ്. ഞാൻ അവരെയാണ് ഓർത്തുപോയത്. ഏതെങ്കിലും ഒരാൾക്കൊരു പനി വന്നാൽ നമുക്ക് പേടിയാണിത് ഏത് തരത്തിലുള്ള പനിയാണ്, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഓർത്ത് നെഞ്ച് കലങ്ങുന്നവരാണ് നമ്മൾ. അവിടെ വീട് നഷ്ടപ്പെട്ട, കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ട ആളുകളോട് നമുക്ക് എന്ത് പറയാൻ കഴിയും? വേണ്ടപ്പെട്ടവരെ ജീവിച്ചു കൊതി തീരും മുമ്പ് പറിച്ചെടുക്കുമെന്നും താൻ തൻ്റെ പുരുഷായുസ്സിൽ നേടിയെടുത്ത പലതും ഒരു സുപ്രഭാതത്തിൽ നഷ്ടപ്പെട്ടു പോകുമെന്നും വെറുതെ എവിടെയൊക്കെയോ ചില ഭയങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കുമെന്നും ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നിന്ന്, ഉമ്മയുടെ ഗർഭാശയത്തിൻ്റെ അറകളിൽ നിന്ന് നമ്മളെ കൊണ്ടുവന്ന റബ്ബ് പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിൻ്റെ കോണിൽ സെറ്റ് ചെയ്ത ഒരാൾക്ക് പ്രളയമല്ല, അതിൻ്റെ അപ്പുറത്ത് പരീക്ഷണങ്ങൾ വന്നാലും ഇത് ഇങ്ങനെയുള്ള ലോകമാണ്, ചിലതിനൊന്നും ഉത്തരമില്ലാത്ത ലോകമാണ് എന്ന് മനസ്സിനെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ നമുക്ക് പറ്റും. ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ പ്രസവിച്ച 9.5 മാസത്തോളം 9 മാസത്തോളം ചെരിഞ്ഞു കിടക്കാനും ടോയ്ലറ്റിൽ പോയാൽ ഒന്ന് നേരാവണ്ണം ഇരിക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ ഗർഭവതിയായി ഊരവേദന സഹിച്ച് പല പെയിനുകളും സഹിച്ച് പ്രഷറും ഷുഗറും ഒക്കെ കൂടി മാസങ്ങളോളം ക്ഷമിച്ച് പ്രസവിച്ച 1-ാം തീയതി മരിച്ചു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. എന്താണ് അതിന് ഉത്തരം? ഇല്ല. ദുനിയാവിൻ്റെ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ഇങ്ങനെയും സംഭവിക്കുന്നുണ്ട്. കുഞ്ഞ് ജനിക്കുന്നു, കുഞ്ഞിന് ജന്മം നൽകിയ ഉമ്മ മരിക്കുന്നു. ഇക്കാക്കമാർ ജീവിച്ചിരിക്കുമ്പോൾ, ഇത്താത്തമാർ ജീവിച്ചിരിക്കുമ്പോൾ താഴെയുള്ളവർ മരണപ്പെടുന്നു. അവിടെയാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞത്, ഇത് നമ്മളെ മനസ്സിലുണ്ടാകണം. തൃക്കരിപ്പൂരികാരുടെ, ഓരിമുക്കുകാരുടെ, ഈ നാട്ടുകാരുടെ ഒക്കെ മനസ്സിൽ നമ്മൾ ശക്തമായിട്ട് കൊത്തിവെക്കണം. ജീവിതമെന്ന് പറഞ്ഞാൽ ലിനബ്ലുവക്കും. നിങ്ങൾക്കറിയോ, വിശുദ്ധ ഖുർആനിൻ്റെ 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫ് എന്ന് പറയുന്ന സൂറത്ത് നാളെ വ്യാഴാഴ്ചയാണ്. മറ്റന്നാൾ നമ്മളിലേക്ക് കടന്നു വരാനിരിക്കുന്ന നമ്മുടെ പെരുന്നാളാണ്. വിശ്വാസിയുടെ പെരുന്നാൾ ദിനമാണ് വെള്ളിയാഴ്ച. നാളെ മഗ്‌രിബ് മുതൽ വെള്ളിയാഴ്ചയുടെ മഗ്‌രിബ് വരെ എക്സ്പയർ ആകുന്ന ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ കഹ്ഫ്. ആ സൂറത്ത് ഓതിയാൽ മക്ക മുതൽ മനസ്സുകൊണ്ടും ഇന്നേ വരെ വിഭാവനം ചെയ്യാൻ കഴിയാത്ത ആ സ്വർഗലോകത്തിലേക്കുള്ള പ്രവേശനമാണ് നിന്റെ കണ്ണടഞ്ഞു മുതൽ നിനക്ക് നടക്കാൻ പോകുന്നത്. 60 കൊല്ലത്തെ ജീവിതം ധന്യമായി, 40 കൊല്ലത്തെ ജീവിതം ധന്യമായി, 30 കൊല്ലത്തെ ജീവിതം ധന്യമായി. ആ വാക്ക് കേൾക്കാൻ കഴിഞ്ഞാൽ അള്ളാഹു അവരിൽ നമ്മെ ചേർക്കുമാറാകട്ടെ. ജീവിതം സംശുദ്ധമാക്കുക, എല്ലാ രംഗവും സംശുദ്ധമാക്കുക. ഹസ്സനുൽ ബസ്രിയെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മഹാരഥനായ സലഫുകളിൽ 2-ാം തലമുറയിൽപ്പെട്ട വലിയ വ്യക്തിത്വമാണ്. അദ്ദേഹം ഒരിക്കൽ ചിന്തിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, ഹസ്സനുൽ ബസ്രി, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, പരലോകം. ആ ചിന്ത എവിടെ എത്തി? അദ്ദേഹം പറഞ്ഞത്, ഞാൻ ബൈന ലഹറൈ ജഹന്നം, നരകത്തിൻ്റെ മുകളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ആ സിറാത്ത് പാലമുണ്ടല്ലോ, അവിടെയാണ് എൻ്റെ ചിന്ത എത്തിയിട്ടുള്ളത് എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഒരു പരിപാടിക്ക് വിളിക്കുമ്പോൾ, ഭൗതിക കാര്യത്തിൽ വിളിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റണം, ഇല്ല, മതപരമായി ഇന്ന കാര്യത്തിൽ ഞാനൊരു എൻഗേജ്ഡാണ്, ഞാൻ തിരക്കിലാണ്,
അതുകൊണ്ട് ആ കാര്യത്തിന് എനിക്ക് എത്താൻ പറ്റൂല. പക്ഷെ നമ്മളിൽ നിന്ന് പല ആളുകളും തിരക്ക് പറയുന്നത് ദുനിയാവിൻ്റെ വിഷയങ്ങളിലാണ്. ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോകുകയാണ്, എന്തെല്ലാം അധ്വാനങ്ങൾ നമ്മൾ നടത്തുന്നുവല്ലേ. രാത്രി 2 മണിക്ക് നമ്മൾ എണീക്കാൻ റെഡിയാണ്. നാളെ എമർജൻസി ആയിട്ട് ഒരു ടിക്കറ്റ് വേണം, റെയിൽവേ ടിക്കറ്റ് പെട്ടെന്ന് എടുക്കുന്നു. ഇനി എന്താ വേണ്ടത്? ഇപ്പോൾ തൃക്കരിപ്പൂർ സ്റ്റേഷനിൽ ചെന്നാൽ അവിടെ ചെന്നിട്ടാണോ അത് കിട്ടുക, അല്ലതല്ല പയ്യന്നൂർ പോകണോ? ഞാൻ റെഡിയാണ്. എന്ത് കാരണം? നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു ചർച്ചയുണ്ട്. ബിസിനസ് ഒന്ന് പച്ച പിടിക്കാൻ, ബിസിനസ് ഒന്ന് മെച്ചപ്പെടുത്താൻ ഒരു യാത്രയുണ്ട്. റെഡിയല്ലേ നമ്മൾ? എങ്കിലിതാ ഈ തൃക്കരിപ്പൂരിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിയ ഉണ്ടാക്കിയൊരു സെൻറ്റർ, ആ സെൻറ്ററിൻ്റെ മുകളിൽ എല്ലാ ചൊവ്വാഴ്ചയും മാരിബിന് ശേഷം ഒരു അള്ളാഹുവിൻ്റെ പ്രപഞ്ചനാഥൻ്റെ കലാമിനെ കുറിച്ച് പഠിക്കുന്ന ഒരു സദസ്സുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ കഴിയുമോ? നമ്മൾക്ക് വരാൻ കഴിയുമോ? നമ്മൾ ചിന്തിക്കേ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ചില അനിവാര്യമായ ചിന്തകൾ തൃക്കരിപ്പൂർ എന്ന് പറയുന്ന ഈ അറിയപ്പെട്ട ടൗണിൻ്റെ ഒരു കടയിൽ നിന്ന്, ഒരു അനാദിക്കടയിൽ നിന്ന് 1/2 കിലോ പഞ്ചസാര വാങ്ങുമ്പോൾ അടക്കം അത് നല്ല ക്വാളിറ്റി ഉള്ളതാണോ? ഇതിനെന്താ ഒരു മഞ്ഞ കളറ്? ഇത് വേണ്ട, നല്ലതുണ്ടോ? പഞ്ചസാര നല്ലതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരാ നമ്മൾ. ഇത് കുറച്ച് കട്ട പിടിച്ചിട്ടുണ്ടല്ലോ, എന്തേ പഴക്കണ്ടോ? ഈ ചായയിലിടുന്ന ഒരു സ്പൂണിൻ്റെ പഞ്ചസാരയുടെ വില പോലും ചില സമയങ്ങളിലൊന്നും മധുരംഗത്തിന് നമ്മൾ കൊടുക്കാറില്ല എന്നുള്ളത് അതീവ സങ്കടമാണ് കൂട്ടരെ, അതീവ സങ്കടമാണ്. അവിടെയാണ് ഹസനുൽ ബസരി പറഞ്ഞത്, എൻ്റെ ചിന്ത ഇദ്ദേഹമാണ്. അയൽവാസി മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ മയ്യത്ത് കുളിപ്പിക്കുകയാണ്. മയ്യത്തിനെ 3 കഷ്ണം തുണിയിൽ പൊതിയാണ്. എല്ലാ കർമ്മങ്ങളും ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. ആ മയ്യത്തിനെയും കണ്ട് മയ്യത്തിൻ്റെ കൂടെ മെല്ലെ പള്ളിക്കാട്ടിലേക്ക് നടന്ന് നമസ്കാരവും കഴിഞ്ഞ് ഒരു ഒട്ടകത്തെ അറുത്ത് മാംസം വിതരണം ചെയ്യുന്ന സമയം വരെ ഹബീബിൻ്റെ ഹദീസിലെ വചനമാണ് ഞാൻ പറഞ്ഞത്. അവിടെ സമയം സ്പെൻഡ് ചെയ്ത് തസ്ബീത്തും നിർവഹിച്ച് 3 പിടി മണ്ണും വാരിയിട്ട് ഞാൻ എൻ്റെ തിരക്കുകളിലേക്ക് തിരിച്ചു പോരുമ്പോൾ, അങ്ങനെ ഒരു തിരിച്ചുപോരൽ ഹസനുൽ ബസരി നടത്തിയപ്പോൾ വീട്ടിലെത്തിയിട്ട് ചേർന്നിരുന്ന് സുദീർഘമായ ആലോചനയിലാണ്. ഭാര്യ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പറ്റിയത്? ഭക്ഷണം വേണ്ടേ? ഇന്ന് നിങ്ങൾ കഴിച്ചിട്ടില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇന്നൊരു മയ്യത്തിനെ മറമാടി വരികയാണ്. കൂട്ടരെ, നിങ്ങൾ കഴിച്ചോ? ഞാൻ മെല്ലെ കഴിച്ചോളന്നാ. പേടി ദീനീപരമായിട്ടുള്ള ഭയങ്ങളായിരുന്നു. ഭയം പരലോകത്തെക്കുറിച്ചുള്ള പേടിയായിരുന്നു. കാരണം ജീവിതത്തിലെ നിർണായക സമയമാണ് കണ്ണടയുമ്പോഴുള്ള സമയമെന്ന് പറയുന്നത്. ചൂരൽമലയിൽ 5 പേരെ കുടുംബം കൊണ്ടുപോയപ്പോൾ അതിലൊരു ഇക്കാക്ക ബാക്കിയായപ്പോൾ അദ്ദേഹം മീഡിയക്കാരോട് പറഞ്ഞൊരു വാക്യതാണ്, എന്നെ എന്തിനാ അല്ല ബാക്കിയാക്കിയത്? എന്നെന്തിനാ ബാക്കിയാക്കിയത്? എനിക്ക് തോന്നുന്നത് എൻ്റെ പാവപ്പെട്ട പിഞ്ചുമക്കളുടെയും എൻ്റെ ഭാര്യയുടെയും മാതാപിതാക്കളുടെയും ആ പച്ച ശരീരത്തിലേക്ക്, കഫം പുടവയുടെ മുകളിലേക്ക് മണ്ണ് വാരിയിടാനായിരിക്കാം എന്നെ ബാക്കിയാക്കിയത് എന്ന്. മണിക്കൂറുകൾ സഞ്ചരിച്ചാൽ എത്തുന്ന വയനാടിൻ്റെ മണ്ണിൽ കണ്ടില്ലേ, കുറേ യുവാക്കൾ അവിടെ ക്യാമ്പിലാണ്. അവർ ചിരിക്കാൻ, അവർ പറയുന്നത്, ഈ ചിരി ഞങ്ങൾ ഉണ്ടാക്കി ചിരിക്കുകയാണ്, ഞങ്ങൾക്ക് പഴയ ചിരി തിരിച്ചു വരുന്നുണ്ടോ എന്ന് ഞങ്ങൾ നോക്കുകയാണ്. 24 വയസ്സായവരാണ് പറയുന്നത്, 35 വയസ്സായവരാ പറയുന്നത്. അവരിങ്ങനെ പായ വിരിച്ച് നിരന്നു കിടക്കുമ്പോൾ അവർ പറയണത്, ഞങ്ങളിപ്പോൾ നഷ്ടപ്പെട്ട സങ്കടത്തെ ഓർത്ത് ആലോചനയിലല്ല. ഒരു യുവാവ് പറഞ്ഞെന്താ അറിയോ? എൻ്റെ 3 മക്കളെയും ഭാര്യയെയും സേഫായ സ്ഥാനത്തേക്ക് ഞാൻ കൊണ്ടുപോയി ആക്കി. മലമുകളിൽ നിന്ന് ഇടിഞ്ഞു വീണ ഉതിർന്നു വന്ന ടൺകണക്കിന് ഭാരമുള്ള കല്ലുകൾ, അതെ, ഒരു വസ്ത്രം പിഴിഞ്ഞതുപോലെ ആയിത്തീർന്ന മരങ്ങൾ, അതുപോലെ തന്നെ വലിയ വലിയ കനമുള്ള മണ്ണുകൾ വെള്ളം ചേർത്തുകൊണ്ട് ഒലിച്ചു വന്നപ്പോൾ ഞാൻ സേഫായ സ്ഥാനത്തേക്ക് മാറ്റിവെച്ച എൻ്റെ കുടുംബത്തിൽ 5 പേർ സേഫായി മണ്ണിലൂടെ പോയി. അദ്ദേഹത്തിൻ്റെ പ്രയോഗം അങ്ങനെയാണ്, സേഫായിട്ടാണ് പോയി എന്ന് പറഞ്ഞത്. ഇതാ ഇന്ന് ഞാൻ ഒറ്റക്കാണ്. ഇനി ഞങ്ങൾക്ക് നിങ്ങൾ വീട് തന്നാലും, ഇനി ഞങ്ങൾക്ക് നിങ്ങൾ പഴയതിനേക്കാൾ സെറ്റപ്പായ ഒരു ഭവനം തന്നാലും ഞങ്ങൾക്ക് പോകാനുള്ളത് വീട്ടിലേക്കല്ലേ. പക്ഷേ ഈ ക്യാമ്പിൽ ഞങ്ങൾ ഹാപ്പിയാണ്, കാരണം ഞങ്ങളൊക്കെ മുഖാമുഖം കാണുകയാണ് ഇപ്പോൾ. പക്ഷേ ഇനി ഞങ്ങൾ തിരിച്ചു പോയി ഒറ്റക്കായാൽ ഞങ്ങളുടെ ഭാര്യയുടെ മക്കളുടെ ഓർമ്മ ഞങ്ങളിലേക്ക് വരുമെന്ന് പറഞ്ഞ് അവർ സങ്കടപ്പെടുകയാണ്. തൃക്കരിപ്പൂരുള്ളവരെ, ഈ സംസാരിക്കുന്ന എന്നോടെന്ന പോലെ ഞാൻ പറയാണ്, മടി ഒഴിവാക്കുക, അധ്വാനിക്കുക. 2 ഗ്ലാസ് പാല്
മുമ്പിൽ കൊണ്ടുവച്ചു. ഒരു ഗ്ലാസ് രണ്ടും പ്യുവർ കളർ നല്ല പാലുകളാണ്. ഒരു പാലിൽ അതിശക്തമായ വിഷം നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ വെച്ച് ഒറ്റിച്ചു. ആ പാല് കൊണ്ടുവന്ന് വെച്ച ആൾ പറഞ്ഞു, ഇതാ ഒന്നിൽ വിഷണ്ടേ, അത് കുടിക്കരുത്, അത് കുടിക്കരുത്, അപകടമാകും. മറ്റേ പാല് അത് പ്യുവർ പാലാണ്, ഒരു കുഴപ്പമില്ല, അത് സെലക്ട് ചെയ്തോളൂ. നമ്മൾ ഏതാ തിരഞ്ഞെടുക്കുക? ഒരു ഉദാഹരണം, ഏതാ തിരഞ്ഞെടുക്കുക? വിഷമില്ലാത്ത നല്ല പാലാണ് അല്ലേ? എങ്കിൽ ദുനിയാവിനെ തിരഞ്ഞെടുത്തവരോട്, അതിൻ്റെ തിരക്കുകളിൽ വ്യാപൃതരാകുന്നവരോട്, എന്തെങ്കിലും മതരംഗത്തേക്ക് വിളിക്കുമ്പോൾ ആ തിരക്ക് പറയുന്നവരോട് ഖുർആൻ പറഞ്ഞൊരു വാക്ക് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഏതാടാ വാക്ക്? അതെ, ഇന്ന ഹൗലാഇ യുഹിബ്ബൂനൽ ആജില വയദറൂന വറാഅഹും യൗമൻ സഖീലാ. ഇന്ന ഹൗലാഇ യുഹിബ്ബൂനൽ ആജില. നമ്മളല്ല പറയാൻ, മനുഷ്യരിൽ ചിലരുണ്ട് എന്നാണ്. ആരാണവർ? യുഹിബ്ബൂനൽ ആജില. എന്താ അതിൻ്റെ അർത്ഥം? എന്താണ് അതിൻ്റെ അർത്ഥം? യുഹിബ്ബൂനൽ ആജില, ക്ഷണികമായ ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നവരാണവർ. ഏത് സമയത്തും നീങ്ങിപ്പോകുന്ന ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നവരാണവർ. എന്നിട്ട് അല്ലാഹ് പറഞ്ഞെന്താ? വയദറൂന വറാഅഹും യൗമൻ സഖീല. സഖീല, സഖീല, ഭാരമേറിയ, അത്യുഗ്രമായ, ഒരിക്കലും അവസാനിച്ചു പോകാത്ത മരണാനന്തര ജീവിതത്തെ പിറകുവശത്തേക്ക് തള്ളിക്കളയുന്നവരാണവർ. അതിൽ നമ്മളുണ്ടോ? എങ്കിലൊരു വിലാപം, എങ്കിലൊരു വിലാപം. എന്താണ് ആ വിലാപം എന്നറിയോ? അല്ലാഹ് പറയാൻ, മുനീറായിരിക്കൊന്നും നിങ്ങളോട് പറയല്ല, വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ മാത്രമാണ്. ഞാനിതാ കുറച്ച് സമയം കഴിഞ്ഞ് അവിടെ നിർത്തും. കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഉപദേശങ്ങളെ കുറവല്ല, മാനസികമായുള്ള ഒരുക്കത്തിൻ്റെ കുറവുള്ളൂ അല്ലേ? എന്താ അല്ലാഹ് പറയണേ? ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ. ചില ആളുകൾക്ക് മരണം വന്നെത്തുമ്പോൾ ആ മരണസമയത്ത് അവരുടെ അടുക്കൽ ചെന്നുകൊണ്ട് മലക്ക് അവരുടെ ആ റൂഹിനെ പിടിക്കുമ്പോൾ ആ റൂഹിനെ പിടിക്കുന്ന മലക്കിനോട് കെഞ്ചുകയാൻ, അള്ളയോട് പറയാൻ ഒന്നുകൂടെ, ഓൺലി വൺ ചാൻസ്, ഒരു ചാൻസ് തരുമോ തിരിച്ചു പോകാൻ? എന്തിന്? ദുനിയാവിലേക്ക്, എൻ്റെ ഭാര്യയെ സേഫ് സോണിലേക്ക് കൊണ്ടെത്തിക്കാനാണ്. അല്ല, എൻ്റെ മക്കളെ വേറെ ആരെങ്കിലും ഒന്ന് ഏൽപ്പിക്കാൻ അല്ല, എൻ്റെ ബിസിനസ് രംഗത്തെ വേറെ ആരെയെങ്കിലും ഒന്ന് തീറേരി കൊടുക്കാൻ അല്ല. അല്ലാഹ് നഷ്ടപ്പെടുത്തി കളഞ്ഞ കുറേ നന്മകളുണ്ട്, അതിലെൻ്റെ സുബഹി സ്വലകളുണ്ട്. പള്ളിമിനാരങ്ങളിൽ നിന്ന് ഹയ്യ അലസ്വലാ എന്ന് വിളിക്കുമ്പോൾ അത് എന്നെയായിരുന്നു വിളിച്ചത്. കാരണം വിജയത്തിലേക്ക് വാ, നിസ്കാരത്തിലേക്ക് വാ എന്നെൻ്റെ റബ്ബ് വിളിച്ചതായിരുന്നു. ഒരു പുരുഷൻ എന്നുള്ള നിലക്ക് ഞാൻ അതിൻ്റെ മേൽ നിർബന്ധിതനായിരുന്നു. ഞാനതിന് വില കൊടുത്തില്ല. അള്ളാഹുവേ, അതൊന്ന് തിരിച്ചു പിടിക്കാൻ, അല്ലാഹ്, നീ എനിക്ക് തന്ന ഒട്ടനവധി സമ്പത്തുണ്ടായിരുന്നു. എൻ്റെ മുന്നിലേക്ക് കൈനീട്ടി വന്ന കുറേ ആളുകൾ ഇതാ ഒരു പ്രോഗ്രാം വെക്കാനാണ്, ഇതാ ഒരു ആതുര ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്, ഇതാ ഒരു ചാരിറ്റിക്ക് വേണ്ടിയാണ്. ഞാൻ കൊടുത്തത് തുച്ഛമായ പണം. എന്നാൽ എൻ്റെ വീട് മോടികൂട്ടാൻ, എൻ്റെ വാഹനത്തെ നന്നാക്കാൻ, എൻ്റെ മക്കളുടെ പഠനത്തിന്, എൻ്റെ വീട്ടിലെ എൻ്റെ ഭൗതിക മറ്റു കാര്യങ്ങൾക്ക് ഞാൻ കണക്ക് നോക്കാതെ ചെലവഴിച്ചിട്ടുണ്ട്. നിന്റെ മാർഗത്തിലേക്ക് വളരെ കുറച്ച്. അതുകൊണ്ട് ഒന്ന് തിരിച്ചു പിടിക്കാൻ ഒരു ചാൻസ് തരുമോ എന്ന് ഇങ്ങനെ ഒരു വലിയ ലിസ്റ്റ് നിരത്തിയാണ് ആ ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ ചോദിച്ചിട്ടുണ്ട് ചില ആളുകൾ. ചൂരൽമലയിൽ വലിയ ദുരന്തങ്ങളായി ആ പാറക്കല്ലുകൾ ഒഴുകി വന്നപ്പോൾ ആ ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ ഇതൊക്കെ പറയാൻ എവിടെ സമയം? കെഞ്ചാനും അവസരം ചോദിക്കാനൊക്കെ എവിടെ സമയം എന്ന് ചോദിക്കുന്നവരോട് ഒറ്റ മറുപടി, നീ ഒരു സെക്കൻഡ് നേരത്തേക്കാണ് മരണം ആസ്വദിക്കുന്നതെങ്കിൽ പോലും ആ മരണത്തെ നിന്റെ മേൽ സമ്മാനിക്കുന്ന ആ റബ്ബിന് കഴിയും സഹോദര, ആ റബ്ബിന് കഴിയും സഹോദര. നീ 100 കൊല്ലത്തെ അനുഭവങ്ങൾ നിന്നെ അനുഭവിപ്പിക്കാൻ ഒരു സെക്കൻഡ് നേരത്തേക്ക് റബ്ബിന് കഴിയും. കാരണം റബ്ബിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുള്ളത്, നിങ്ങൾ പഠിച്ചിട്ടുള്ളത്, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നാണ്. അല്ലാഹ് എല്ലാറ്റിനും കഴിവുള്ളവനാണ്, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. പ്രിയപ്പെട്ടവരെ, എന്താ വിലാപം? ഒന്നുകൂടി തിരിച്ചു വിടുമോ എന്നാണ്. ഈ വിലാപം നമ്മൾ ഇന്ന് പറയോ? പറയാൻ പാടില്ല. കാരണം എന്താണെന്നറിയങ്ങള്, എത്രയോ മരണങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ. അവരൊക്കെ ഏതാ പറഞ്ഞിട്ടുണ്ടാവുക? നമ്മൾ ആലോചിച്ച് നോക്കുക. കേട്ടിട്ടുണ്ടോ?
റസൂലുള്ളാഹിന്റെ മരുമകനെ, ഈമാനിന്റെ നിറകുടമായ ഫാത്തിമയെ മംഗലം കഴിച്ച മഹാനായ അലിയെ ഒട്ടനവധി പ്രാവശ്യമാണ് മുത്തുനബിയുടെ തിരുനാവിലൂടെ പറഞ്ഞിട്ടുള്ളത്, അലിയും ഫിൽ ജന്ന. അല്ലേ, അലി മോനെ നീ സ്വർഗത്തിലാണടാ, നീ സ്വർഗത്തിലാണടാ. എത്ര വട്ടം കേട്ടിട്ടുണ്ടോ? ഖൈബർ കോട്ട, ജൂതന്മാരുടെ കോട്ട വളഞ്ഞപ്പോ റസൂലുള്ളാഹി ചോദിക്കുകയാണ്, ഇതാ നാളെ സുബൈക്ക് നേരത്തെ ഇവിടെ വരണം, എൻ്റെ സദസ്സിൽ വരണം. ഇന്ന് രാത്രി നമ്മൾ പിരിയാണ്, നാളെ സുബൈക്ക് നിങ്ങൾ വരണം. നാളെ സുബൈക്ക് നിങ്ങൾ വരുമ്പോൾ ഞാൻ ഒരാളെ കയ്യിൽ ഒരു പതാക കൊടുക്കും. ആ പതാക ആരെ കയ്യിലാന്ന് എപ്പോൾ ഞാൻ പറയണില്ല, നാളെ പറയുള്ളൂ. ആ പതാക ഞാൻ ആരെ കയ്യിലാണ് കൊടുത്തത്? അയാൾ സ്വർഗാവകാശിയാണ്, സ്വർഗാവകാശിയാണെന്ന് മാത്രമല്ല, ഈ ഖൈബർ വിജയിക്കാൻ പോകുന്ന അദ്ദേഹത്തിലൂടെയാണ്. സഹാബികൾ അനുമാനിച്ചു, ആത്മഗതം ചെയ്തു, അത് ഞാനാകണേ. അന്ന് രാത്രി ടെന്റിലേക്ക് അവർ മടങ്ങുമ്പോൾ ഖൈബറിന്റെ പരിസരത്തെ മഞ്ഞ് വീഴുന്ന രാത്രിയിൽ സഹാബത്തുറങ്ങിയില്ല. ചർച്ചകൾ എന്താണ്? ആരെ കയ്യിലാണ് ആ പതാക തരിക എന്നാണ്. ആരെ കയ്യിലാണ് ആ പതാക തരിക എന്നാണ്. എൻ്റെ കയ്യിലാകണേ എന്നാണ്. കാരണം കയ്യിലാണെങ്കിൽ കിട്ടാൻ പോകുന്ന ഓഫർ എന്താണ്? അതെ, അർളുഹസ്സമാവാതു വൽ അർള്, ആകാശങ്ങളേക്കാൾ ഭൂമിയേക്കാൾ വിശാലമായ സാമ്രാജ്യമായ ലോകമായ സ്വർഗമാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്. സഹാബികൾ അതിനുവേണ്ടി ജീവിക്കുന്നവരാൻ, അതിനുവേണ്ടി ജീവൻ വരെ നൽകാൻ തയ്യാറായവരാൻ. ഇസ്ലാം എന്ന് പറയുന്ന വടവൃക്ഷം വാടാൻ നിൽക്കുമ്പോൾ തൻ്റെ രക്തം അതിനൊഴിച്ചു കൊടുത്ത് ആ ഇസ്ലാമിന് ജീവൻ പകർന്നവരാണ് ഈമാനിന്റെ നിറകുടങ്ങളായ സഹാബികൾ. കൂട്ടരെ, ആ റസൂലുള്ളാഹിന്റെ അനൗൺസ്മെന്റ് ഉണ്ടല്ലോ, സഹാബികൾ നാളെ നേരത്തെ വന്ന് സുബഹിക്ക് അവരൊക്കെ ധൃതി പിടിച്ചു വന്ന് നബിയുടെ മുഖത്തേക്ക്, നബി അത് എനിക്കാണോ തരിക എന്നുള്ള പ്രതീക്ഷയിൽ റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് സഹാബികളൊക്കെ നോക്കുമ്പോൾ മുത്തുനബിയുടെ കണ്ണിങ്ങനെ പോകുകയാണ് എല്ലായിടത്തും കൂടി. പക്ഷേ നബി തരയുന്ന ഒരാളെ കാണാനില്ല. അതാരായിരുന്നെന്നറിയോ നിങ്ങൾക്ക്? മറ്റാരുമല്ല, അലിയാരി തങ്ങളെയാണ് തിരയുന്നത്. റസൂലുള്ളാഹി ചോദിച്ചു, ഐന അലി? ഐന അലി? അലി എവിടെയാണ്? അലി എവിടെയാണ്? അല്ലാഹുവിന്റെ റസൂൽ സഹാബികൾ പറഞ്ഞു, നബിയെ അലി അതാ ടെന്റിലാണ്, കണ്ണിന് സുഖല്ല, നല്ല പ്രയാസമുണ്ട്, റെസ്റ്റിലാണ്. നബി പറഞ്ഞു, വിളിച്ചു കൊണ്ടുവരൂ. അലിയാരി തങ്ങളെ കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് മുത്തുനബിയുടെ ശറഫാക്കപ്പെട്ട ഉമിനീർ കുറച്ച് പുരട്ടിയപ്പോ അത് മാറി. എന്നിട്ട് അലിയുടെ കയ്യിൽ പതാക കൊടുത്തിട്ട് പറഞ്ഞു, അലി ഇത് പിടിക്കേ, നാളെ ഇന്ന് നടക്കാൻ പോകുന്ന പോരാട്ടത്തിൽ നിങ്ങളെ കൈകൾ കൊണ്ടാണ് ഇസ്ലാമിന്റെ പതാക പറക്കാൻ പോകുന്നത്. നിങ്ങൾ സ്വർഗത്തിലാണ്. ആ അലി ഉണ്ടല്ലോ, ഒരിക്കൽ സായം സന്ധ്യയിൽ മഅരിബ് സ്വല കഴിഞ്ഞ് നേരെ വെച്ച് പിടിച്ചു. എങ്ങോട്ട്? അതെ, ബഖീഇന്റെ മണ്ണിലേക്ക്. ഈമാന് കൊണ്ട് ജീവിച്ച, ഈമാനിന്റെ പ്രതിരൂപങ്ങളായിരുന്ന സഹാബത്ത് മൺമറഞ്ഞു കിടക്കുന്ന അലിയാരുടെ കൂടെ ജീവിച്ച, അലിയാരുടെ കൂടെ ഭക്ഷണം കഴിച്ച, അലിയാർ തങ്ങളുടെ കൂടെ യുദ്ധത്തിന്റെ രണഭൂമിയിൽ അടർക്കളത്തിൽ പോരാടിയ തൻ്റെ കൂടെയുണ്ടായിരുന്ന സഹോദരങ്ങളെ കാണാൻ ബക്കിയിലേക്കൊന്ന് ചെന്നപ്പോ ഈയുള്ളവൻ 2 പ്രാവശ്യം ബക്കി കണ്ടുകൊണ്ട് കാണാൻ സൗഭാഗ്യം കിട്ടിയവരാൻ. ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. റബ്ബേ, ഭൂമിയുടെ തൊലിക്ക് പുറത്ത് മഹാത്ഭുതങ്ങൾ സൃഷ്ടിച്ച മഹായോഗികളാണല്ലോ ഈ കിടക്കുന്നത്. ആ മണ്ണിൽ ചെന്ന് നിൽക്കുമ്പോ മുത്തുനബിയുടെ പഴയ മദീന ഓർമ്മ വരും, ഹബീബിന്റെ പഴയ പള്ളി ഓർമ്മ വരും, മദീനയുടെ പട്ടണം ഓർമ്മ വരും, സഹാബികൾ ഓർമ്മ വരും. ദീന് പഠിക്കാൻ വേണ്ടി മസ്ജിദുൻ നബവിയുടെ ചുറ്റും അവർ താമസിച്ചിരുന്ന വീടുകൾ ഇങ്ങനെ ആ നിലവിലുള്ള പള്ളിയെ മറന്ന് പഴയ പള്ളിയിലേക്ക് നമ്മുടെ ചിന്ത പോകും. പറഞ്ഞു വന്നത്, ആ കബറാളികളിലേക്ക് ചെന്നുകൊണ്ട് അലിയാരി തങ്ങൾ ഒറ്റക്ക് പറയാൻ, എന്തങ്ങളെ വിശേഷ സുഖാണോ? നിങ്ങൾ പരിശോധിച്ചോ? ചരിത്രങ്ങളിലുണ്ട് ആ പ്രയോഗം. അലിയാരി തങ്ങൾ ബക്കിയിലുള്ള സഹാബികളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സുഖാണോ? നിങ്ങൾക്ക് സുഖമാണോ? എന്തങ്ങളെ വിശേഷം? അവരെ കേൾക്കുമെന്ന് വിചാരിച്ച് ചോദിച്ചതല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരാഗ്രഹം പ്രകടിപ്പിച്ച് ചോദിച്ചതാണ്. നിങ്ങളൊക്കെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നവരല്ലേ, ഭക്ഷണം കഴിച്ചവരല്ലേ, കൂടെ ദഅവത്തിനിറങ്ങിയവരല്ലേ, ട്രാവൽ ചെയ്തവരല്ലേ? നിങ്ങളിതാ ഇപ്പോൾ ഖബറിൽ ചെന്ന് കിടക്കുകയാണല്ലോ. അനധിവിദൂരമായ അവസ്ഥയിൽ ഞങ്ങളും നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ടവരാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിരമ്പിക്കരയുന്ന അലിയാരുമാരെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാനിതാ എൻ്റെ സംസാരത്തിൻ്റെ അവസാനത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ
5 നേരത്തെ നിസ്കാരം കൃത്യമാണെന്ന് ഉറപ്പിക്കുക, സ്വകാര്യ ജീവിതം ബെറ്ററാണെന്ന് ഉറപ്പിക്കുക, അതുപോലെ തന്നെ സാമ്പത്തിക രംഗം ഓക്കെ ആണെന്ന് ഉറപ്പിക്കുക. ഏതെങ്കിലും തെല്ലും വക്കും കടിക്കാനല്ല പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, വിശ്വാസികളെ പൂർണ്ണമായി പൂർണ്ണമായി ഇസ്ലാമിലേക്ക് നിങ്ങൾ കടന്നു വരൂ എന്നാൽ സഹാബികൾ അത് ചെയ്തു. ഇബ്രാഹിം നബിയോട് അല്ല പറഞ്ഞതെന്താ? ഇബ്രാഹിം നബിയെ അസ്ലിം, പൂർണ്ണമായി മുസ്ലിമാവുക എന്ന് പറഞ്ഞപ്പോ ഇന്നി അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിന്റെ മുന്നിൽ ഞാനിതാ സമർപ്പിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞ കോലത്തിൽ മക്കളെ ശ്രദ്ധിക്കുക. മക്കളെ ശ്രദ്ധിക്കാതെ വിടരുത്. മോശമാണ് കാലം. ഒരുപാട് ദ്രമിട്ടകൾ നീട്ടി കാത്തിരിക്കുകയാണ് ലഹരിയുടെ ലോകം, കാത്തിരിക്കുകയാണ് പ്രണയത്തിന്റെ ലോകം, കാത്തിരിക്കുകയാണ് വഞ്ചനയുടെ ലോകം. നമ്മൾ നന്നായിട്ട് കാര്യമില്ല. നമ്മൾ പള്ളിയിലേക്ക് പോകുന്നവരാണ്, ദീനി രംഗത്തേക്ക് വരുന്നവരാണ്. മക്കൾ മോശമാണെങ്കിലേ നമ്മളെ ഈ താടി കൊണ്ടും ഈ ദീന് കൊണ്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. കഴിയില്ല കൂട്ടരെ, നല്ല പണിയെടുത്തോളി. അവർക്ക് വേണ്ടിയൊക്കെ 24 മണിക്കൂർ ഓടുമ്പോഴേ കുറച്ചു നേരം, ഒരു 10 മിനിറ്റ് മതി സഹോദരി. അവരെ ഇരുത്തിയിട്ട് ഒരു സഹാബിയുടെ കഥ പറഞ്ഞു കൊടുക്കുന്നേ. ഖുതുബയിൽ കേട്ടൊരു കഥ, ദീനി ക്ലാസ്സിൽ നിന്ന് കേട്ടൊരു കഥ, ലോകത്തെ മാറ്റത്തിന്റെ പടപ്പാട്ട് പാടിയ പ്രകാശത്തിന്റെ വിളക്കുമാടങ്ങളായിരുന്ന പ്രവാചക പൊങ്കുവന്മാരുടെ സുന്ദരമായ കഥകൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേ. അതെ, അവർ ഇന്നത്തെ ചതിയുടെ വഞ്ചനയുടെ ലോകത്തെക്കുറിച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേ. അവരെ ദീനീപരമായി വളർത്തേ. അവർക്ക് നിങ്ങൾ പ്രസംഗിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, സഹാബികളുടെ മക്കളൊന്നും വലിയ സ്ഥാപനങ്ങൾ പഠിച്ചവരൊന്നല്ല. ഓലപ്പാനും ഉമ്മാനും കൊണ്ട് വളർന്നവരാണ്. സമുറമാരുണ്ടായതെങ്ങനെയാണ്, റാഫിഅമാരുണ്ടായതെങ്ങനെയാണ്, ഹസന്മാരും ഹുസൈന്മാരും ഉണ്ടായതെങ്ങനെയാണ്. ഉമ്മയെ കണ്ടുപഠിച്ചു, ഉപ്പയെ കണ്ടുപഠിച്ചു, അങ്ങനെയാ വളർന്നത്. കേരളത്തിലെ ഉപ്പാന്റെ ഫോൺ ലോക്ക് ചെയ്യാൻ ഉപ്പ മറന്നു, ഫ്രിഡ്ജുമ വെച്ച് പോയതാ ബാത്റൂമിലേക്ക്. 9ാം ക്ലാസ് പഠിക്കണ മോനെ ഉപ്പാന്റെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഫോണിലൊരു ചാറ്റിങ്, ഒരു അന്യ പെണ്ണിനോട്, ഉമ്മച്ചിയോടല്ല, അന്യ പെണ്ണിനോട് വളരെ മോശമായ ചില പ്രയോഗങ്ങൾ. കുട്ടി അത് നേരെ സ്ക്രീൻഷോട്ട് എടുത്ത് ഉമ്മാക്ക് അയച്ചു കൊടുത്തു. വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്തു. ഉമ്മ അത് വായിച്ചു. ആ സെക്കൻഡ് മുതൽ ആ ജീവിതം അവിടെ തീരെയാണ്. നല്ലോണം ശ്രദ്ധിച്ചോളി. പരസ്ത്രീ ബന്ധങ്ങൾ, സഹോദരിമാരോട് പറയാനുള്ളത്, പരപുരുഷ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക. നിങ്ങളിൽ അതുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ടെങ്കിൽ അറുത്തു മാറ്റുക. അപകടങ്ങളേറെയാണ്. ഇന്നലെ ഞാനും ഷമീർ ഉസ്താദും മനസ്വലാഹിയും നജ്മി ഉസ്താദും റമീലുമൊക്കെ ഒരു സുദീർഘമായ യാത്രയിലായിരുന്നു. ഞങ്ങൾ അതിൽ ചർച്ച ചെയ്തപ്പോൾ ഷമീർ ഉസ്താദ് പറഞ്ഞു, മുനീർ ഷർഫി, അതെ, ഇപ്പോൾ ട്രെൻഡ് എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിൽ പഠിച്ച ആൾക്കാരെ ഗ്രൂപ്പ് ഉണ്ടാക്കുക. ആരെ ഗ്രൂപ്പ് ഉണ്ടാക്കണേ? 50 വയസ്സായോന്, 40 വയസ്സായോന്, അല്ലേ? എന്നിട്ട് എന്താ ഇപ്പോൾ അതിൽ ചർച്ച ചെയ്യണത്? എല്ലാവരും ചോറുന്നോ? ഓല് ചോറുന്നായിട്ട് നമുക്ക് ഭയങ്കര ഇടങ്ങറാ. വർത്തമാനം കേട്ടാൽ തോന്നും നമ്മൾ 2 ചാക്കാരി കൊണ്ടു കൊടുക്കാൻ പോവുകയാണ്. ഇല്ലെങ്കിലേ എന്തിനാണത്? ഒരുപാട് ഫിത്തനകളുണ്ട്. അതുകൊണ്ട് പണ്ട് ഞാൻ പഠിച്ചപ്പോൾ എൻ്റെ കൂടെ പഠിച്ച പെണ്ണാ, ഓളെ എനിക്ക് അന്ന് ചെറിയൊരു കണ്ണിട്ടിരുന്നു ഞാൻ ഓളെ മേലെ. അതുകൊണ്ട് ഞാൻ ഓളെ പേഴ്സണൽ മെസ്സേജ് ചെന്നിട്ട് ഹായ് അയച്ചോക്കട്ടെ. ആ ഹായ്മ തുടങ്ങിയിട്ട് പിന്നീട് ഇറങ്ങിപ്പോയ കഥയൊക്കെ ഉണ്ടായിക്കണേ. അതുകൊണ്ട് നല്ലോണം സൂക്ഷിച്ചോളി. ഫിത്തനകൾ നല്ലോണം ഉണ്ട്. നന്മയുടെ വഴികൾ അത് അതിസങ്കീർണമാണ്. നല്ലോണം റബ്ബിനോട് പ്രാർത്ഥിക്കുക, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, റബ്ബേ യഥാർത്ഥ വഴിയിലൂടെ നീ എന്നെ യഥാർത്ഥ രൂപത്തിൽ വഴി നടത്തണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. സഹോദരങ്ങളെ, നമുക്ക് വരാനിരിക്കുന്ന ആ പരലോക ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുക. തൃക്കരിപ്പൂരിനോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഏതാണ്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് 1.5 കൊല്ലായി. നിങ്ങളീ പരിസരത്ത് ഞാൻ എത്തിപ്പെട്ടിട്ട് അൽഹംദുലില്ലാ നിങ്ങളെ നാട്ടുകാരെക്കുറിച്ചും ഞാൻ നിൽക്കുന്ന പള്ളിയെക്കുറിച്ചും അവിടുത്തെ കമ്മിറ്റിയെക്കുറിച്ചും ഞാൻ സാറ്റിസ്ഫൈഡാണ്, വളരെ സന്തോഷവാനാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദഅവത്ത് മറ്റുള്ള നാടുകളേക്കാൾ സജീവമാണ് കാസർഗോഡ് ജില്ലയിൽ, വിശിഷ്യ തൃക്കരിപ്പൂർ മണ്ഡലം. ഞാൻ വെറുതെ പറയല്ല. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കാസർഗോഡ് ജില്ലയിലെ ഒരു ജില്ലാ കൗൺസിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ആൾക്കാരവിടെ പോയപ്പോൾ കുറേ മണ്ഡലങ്ങളുണ്ട് നമ്മളെ കാസർഗോഡ് ജില്ലയിൽ. ആ കാസർഗോഡ് ജില്ലയിൽ നിന്ന്
തിളക്കമുള്ള മണ്ഡലമായി, പ്രവർത്തനം കൊണ്ട് സജീവമായ മണ്ഡലമായി നമ്മുടെ തൃക്കരിപ്പൂർ മാറിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, പുതിയ യുവാക്കളെ രംഗത്ത് വന്നിട്ടുണ്ട്. അള്ളാൻ്റെ വചനാണ് എനിക്ക് ഓർമ്മ വന്നത്. പ്രവർത്തിക്കാനും പണിയെടുക്കാനും അള്ളാൻ്റെ മാർഗത്തിൽ നിങ്ങൾ തയ്യാറല്ലേ? ആ ബസ് നിങ്ങൾക്ക് ഇറങ്ങാം. എൻ്റെ വാക്കല്ല, ബസ്സിൽ അല്ല വേറെ ആൾക്കാരെ കയറ്റും. ഓല് നല്ലോണം പണിയെടുക്കണോലായിരിക്കും, അതിൽ നല്ലോണം അധ്വാനിക്കണോലായിരിക്കും. ചില ആൾക്കാരെ കാട്ടിക്കൂട്ടലും പ്രയോഗങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് തോന്നും ഓൻ്റെ കഴിവുകൊണ്ടാണ് ഇവിടെ ദീന് നിന്ന് പോണൻ. എന്നാലേ ഓൻ കൂർക്കം വലിച്ച് നട്ടപ്പാതിലൊക്കെ ഉറങ്ങുമ്പോഴും ഇവിടെ ദീന് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടേ പണിയെടുത്താൽ ഞമ്മക്ക് കിട്ടി. ബദ്ദല്ല ഖൗമൻ ആയിറഹു, മറ്റൊരു സൊസൈറ്റിയെ കൊണ്ടുവരും. അവർ നിങ്ങളെപ്പോലെ മടിയന്മാരായിരിക്കില്ല. അതുകൊണ്ട് കിട്ടിയ അവസരത്തെ ഉപയോഗപ്പെടുത്തിക്കോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഇന്ന് 2 ക്ലാസ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുന്നേ. ആ 2 ക്ലാസ്സിലും ഞാൻ പറഞ്ഞിരുന്നു അതെ, ലോകത്ത് 1ാമത്തെ റസൂലായി വലിയ സ്ഥാനം വഹിച്ച നൂഹ് നബിയുടെ ഭാര്യയില്ലേ, തൃക്കരിപ്പൂരികാരെ, നൂഹ് നബിയുടെ ഭാര്യയില്ലേ, ആ ഭാര്യക്ക് കിട്ടാത്ത ഹിദായത്തിൻ്റെ വെളിച്ചം ചോദിക്കാതെ കയ്യിൽ തന്നിട്ടുണ്ട്. നൂഹ് നബിയുടെ ബീജത്തിൽ പിറന്ന മകൻ കനാനിന് കൊടുക്കാത്ത ഹിദായത്തിൻ്റെ വെളിച്ചം നമ്മുടെ കൈകളിൽ അല്ലാഹ് തന്നിട്ടുണ്ട്. എന്തിനാ തന്നത്? നമ്മളെ ക്വാളിറ്റി കണ്ടിട്ടാ ആണോ? നമ്മളെ ചൊറുക്ക് കണ്ടിട്ടാണോ? അല്ല. എന്നാ നിന്റെ നാട്ടിലെ ഒരു പക്ഷെ നിന്റെ വീട്ടിൽ വരെ ഈ ഹിദായത്തിൻ്റെ വെളിച്ചം കിട്ടാത്തവരുണ്ടാവും. അണക്ക് തന്നത് ഇതിനറിയോ? ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ടോന്ന് അറിയാനാ? ഇല്ലെങ്കിലേ അത് തന്ന റബ്ബിനെ മെല്ലെ നീക്കം ചെയ്ത് വേറെ ആൾക്ക് കൊടുക്കാൻ കഴിയും. കാരണം നമ്മെപ്പോലെ തന്നെ മറ്റുള്ളവരും. അതുകൊണ്ട് നല്ലോണം കെയറിങ്ങോടെ, കെയർഫുള്ളായി ഈ ദീനി രംഗത്ത് മുന്നോട്ട് പോയിക്കോളി. എല്ലാ ചൊവ്വാഴ്ച ഇവിടെ ഖുർആൻ ക്ലാസ് ഉണ്ടായാലുണ്ട്. എത്ര മുഖങ്ങൾ അവിടെ ഉണ്ടായാലുണ്ട്. തൃക്കരിപ്പൂരോടെ ചോദിക്കണേ, അപ്പുറത്തുപ്പുറത്ത് വന്നവരോടല്ല. അവിടെ ഇടയ്ക്ക് നടക്കുന്നുണ്ടല്ലോ. സഹോദരങ്ങളെ, എത്രത്തോളം സംരംഭങ്ങൾ നമ്മളെ നാട്ടിൽ പുതുതായിട്ട് മതരംഗത്ത് തുടങ്ങുന്നുണ്ടോ അതൊക്കെ നമ്മളെ തലൻ്റെ മേലെ ഭാരാണ്. കാരണം എന്താ? നാളെ അള്ളാഹ് ചോദിക്കും, ഇതിലെന്താ ഇജ്ജ് പോയിരുന്നേ? അതല്ല, അള്ളാഹ് ചോദിക്കൂല. നിങ്ങൾക്ക് വല്ല വാദമുണ്ടോ? ഉണ്ടോ? അതുണ്ടാവില്ലല്ലോ. അതുകൊണ്ടേ നല്ലോണം പണിയെടുക്കുക. തൃക്കരിപ്പൂരിലുള്ള ഈ ഇരിക്കുന്ന ആളുകൾക്ക്, ഇവിടെ ദീന് കിട്ടാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ വിചാരിച്ച കഴിയും കൂട്ടരെ. നിങ്ങൾ കണ്ടില്ലേ, ആ ദീനിൻ്റെ പ്രകാശം കിട്ടിയപ്പോഴേ നെഞ്ചത്ത് വലിയ പാറക്കല്ല് ഏറ്റിച്ചു. ബിലാൽ എന്ന് പറയുന്ന നമ്മുടെ നേതാവിൻ്റെ നെഞ്ചത്ത് ഹബ്ബാബിനെ കൽക്കരി കത്തിച്ചിട്ടേ ഡ്രസ്സ് ഊരിയിട്ട് മലത്തിയിൽ കിടത്തി. ഹബ്ബാബ് പറയണേ, സുലാഫത്തിൻ്റെ കിങ്കരന്മാർ എനിക്ക് വേണ്ടി ഒരുക്കിയ കൽക്കരി അതിങ്ങനെ ഗ്ലേസ് ചെയ്യുമ്പോൾ, ആ ചാർക്കോൾ ഇങ്ങനെ കത്തുമ്പോൾ അതിലെന്നെ പിടിച്ച് കിടത്തിയപ്പോൾ ഞാൻ എണീറ്റ് പോകാതിരിക്കാനായിരിക്കാം എൻ്റെ നെഞ്ചത്ത് 2 ആൾ കയറിയുന്നത്. എൻ്റെ നെഞ്ചത്ത് 2 ആൾ കയറിയുന്നത് ആരോടെ ഈ പറയണേ? അള്ളാഹുവിൻ്റെ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. നബിയെ, എൻ്റെ ശരീരത്തിൽ ഞാനിട്ട ഈ പുതപ്പുണ്ടല്ലോ, ഇത് മാറ്റിയാലേ ഒരു വിരലിറങ്ങിപ്പോകാൻ പറ്റുന്ന കുഴികൾ കാണാൻ പറ്റും. കരിഞ്ഞതായിരുന്നു, തീയിൽ കിടന്നിട്ട്. ഒറ്റ തെറ്റ് ചെയ്തുള്ളൂ. അതെന്താ? അത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഒറ്റ കാര്യം ചെയ്തതേ, പ്രപഞ്ചനാഥൻ്റെ ദീനിനെ നെഞ്ചിലേറ്റി എന്നുള്ളതിൻ്റെ പേരിൽ, തൃക്കരിപ്പൂരികാരെ ഈ ദീന് സ്വീകരിച്ചതിൻ്റെ പേരിൽ ഒരു മണൽത്തരിയെങ്കിലും നമ്മുടെ നെഞ്ചകത്തേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക് ഇസ്ലാം വിരോധികൾ എറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ശാന്തമായി നടന്നു പോകാൻ പറ്റിയ ഇടങ്ങളും വഴികളും, സുന്ദരമായ കോടികൾ ചെലവഴിച്ചുണ്ടാക്കിയ പള്ളികൾ, ദഅ്വാ സംരംഭങ്ങൾ, പണിയെടുക്കാൻ മനസ്സുണ്ടോ എന്നുള്ള ഒറ്റ ചോദ്യമേ മുമ്പിലുള്ളൂ. അന്ന് സഹാബികൾ അനുഭവിച്ചതുപോലത്തെ അബൂജഹൽമാരെ പേടിക്കാനില്ല, ഉത്തുബത്തുമാരെ പേടിക്കാനില്ല. മലർത്തിക്കടത്തി നെഞ്ചിന്റെ മേൽ പാറക്കല്ല് വെക്കുന്ന ആ സംവിധാനത്തെ ഭയപ്പെടാനില്ല. പിന്നെയോ മനസ്സുണ്ടോ എന്നുള്ളതാണ്. ഹബ്ബാബ് പറഞ്ഞൊരു വാക്കുകൂടി ഉണ്ടായിരുന്നു, നബിയെ, എൻ്റെ മുതുകിൽ നിന്ന് ഒലിച്ചിറങ്ങിയ ചോരയും നീരും അതൊലിച്ചിറങ്ങിയിട്ടാകാം ഒരുപക്ഷെ ആ തീ കെട്ടുപോയത് എന്ന് നേരത്തെ നജ്മി ഉസ്താദ് പറഞ്ഞില്ലേ? അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാഉ വസുൽസിലു ഹത്താ യഖൂലർ റസൂൽ വല്ലദീന ആമനൂ മഅ മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ആയത്ത്? എന്താ അതിൻ്റെ അർത്ഥം? 2 വരിയിൽ ഞാൻ പറഞ്ഞുതരാം. അതെ, ക്ഷമിച്ചവരെ മാറ്റി നിർത്താതെ, പണിയെടുത്തവരെ മാറ്റി നിർത്താതെ ചുളിവിലൂടെ സ്വർഗത്തിലേക്ക് പോകാമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ എന്ന് അള്ളാൻ്റെ ചോദ്യം. ഹബ്ബാബ് ചോദിച്ചപ്പോൾ ഇറങ്ങിയ ആയത്താണത്. നബിയെ, മുതുകത്തുള്ള ആ
എൻ്റെ മുതുകത്ത് കരിച്ച ആ തീ കെട്ടുപോയത് അവിടെ എൻ്റെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങിയ ചോരയും നീരും കൊണ്ടാകാം എന്ന് പറഞ്ഞ ഹബ്ബാബുമാരെ മുന്നിൽ കണ്ട് പണിയെടുക്കുക. ഞാൻ നിർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കിനിയും കാണണം, നമുക്ക് ഈ രംഗത്തിറങ്ങണം, ദീനിൽ പണിയെടുക്കണം. അള്ളാഹിൻ്റെ ദീനിൽ നിങ്ങൾക്ക് സമയം കണ്ടെത്തിയാൽ നിങ്ങൾ ദാരിദ്ര്യത്തെ യസുദ്ദു ഫഖറക്, ദാരിദ്ര്യത്തെ ഞാൻ തടയും എന്ന് പറഞ്ഞിട്ടുണ്ട്. തൃക്കരിപ്പൂരുകാരെ കുറിച്ച് ഇവിടുത്തെ സജീവരായ പ്രവർത്തകർ പറയാറുള്ളത് പ്രവർത്തിക്കാൻ കിട്ടുന്നില്ല എന്നാണ്. എന്താ നമുക്ക് തിരക്ക്? ദുനിയാവല്ലേ, ദുനിയാവല്ലേ. സഹോദരങ്ങളെ, മുൻഗാമികൾ നടന്നുപോയ വഴിയെ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചാൽ ദാരിദ്ര്യത്തെ അല്ല നീക്കുമെന്ന് പറയാൻ യസുദ്ദു ഫഖറക് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ദാരിദ്ര്യത്തെ അല്ല നീക്കും. മാത്രമല്ല യംലഉ ഖൽബക ഖൈന, നിന്റെ നെഞ്ചകത്തെ ധന്യത കൊണ്ടല്ല നിറക്കും, സമാധാനം കൊണ്ട് നിറക്കും. അല്ലെങ്കിലേ എത്ര പണിയെടുത്താലും മതിയാവില്ല, എത്ര കിട്ടിയാലും മതിയാവില്ല. എങ്ങനെയായാൽ നമ്മൾ അല്ലാഹുവിൻ്റെ രംഗത്ത് പണിയെടുക്കാതെ ദുനിയാവിലേക്ക് ചുരുങ്ങിക്കൂടിയാൽ. ഞാൻ നിർത്തുമ്പോൾ ഈ പരിപാടി ഇവിടെ വെച്ചതിൻ്റെ പ്രധാന ഉദ്ദേശം 18-ാം തീയതി, അത് കുറേ ദൂരമൊന്നുമില്ല, ഇന്നെത്രയാ 14, നാലാമത്തെ ദിവസം നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ 9ാമത്തെ ഡയലോഗ് നടക്കുകയാണ്. എൻ്റെ ബാക്കിലൊരു ബാനറുണ്ട് ആ പരിപാടി. അതെന്താണെന്ന് അറിയാത്തവരുണ്ടാവും, ഓലോട് 2 മിനിറ്റ് ഞാൻ പറയാം. എന്താ ഡയലോഗ് കാര്യങ്ങൾ? അവിടെ സുന്നി മുജാഹിദൊന്നും എതിർപ്പില്ല കേട്ടോ. അവിടെ ഒരു തർക്ക വിഷയങ്ങളല്ല. മുസ്ലിങ്ങളുടെ ഠാവട്ടത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഈ ഉമ്മത്തിലെ അംഗങ്ങളെ കുറിച്ചല്ല നമ്മൾ അവിടെ ചർച്ച ചെയ്യുന്നത്. പിന്നെയോ, അതെ, ഈ ഉമ്മത്തിൻ്റെ മേലിന്ന് നമ്മുടെ നാട്ടിലെ വർഗീയവാദികളെക്കാൾ, ശ്രദ്ധിക്കണേ, ഫാസിസ്റ്റ് ശക്തികളെക്കാൾ നമ്മുടെ മേൽ കൂരമ്പുകൾ എയ്തുവിടുന്ന ലിബറൽ വാദികളുണ്ട്, യത്തിസ്റ്റുകളുണ്ട്, ഭൗതികവാദികളുണ്ട്, നിരീശ്വരവാദികളുണ്ട്. മതത്തിൻ്റെ ഠാവൃത്തം എന്തിനാണ്? മതം ചാടി പുറത്തിറങ്ങടോ, മതം വിട്ട് പുറത്തിറങ്ങടോ, മതം വിട്ട പെണ്ണ് അവർ കഥ പറയുകയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്തേക്ക് അവരെ പറഞ്ഞയച്ചിരിക്കുകയാണത്രേ. സഹോദരങ്ങളെ, ബെല്ലും ബ്രേക്കും ഇല്ലാതെ സൈക്കിൾ പോയാൽ എത്രേ പോവുള്ളൂ? ആ അവസ്ഥയായിരിക്കും അള്ളാഹിൻ്റെ ദീന് വിട്ട് പോയുണ്ടാവുക. നമ്മുടെ മക്കളിലെ, നിങ്ങൾ അറിയുന്നുണ്ടോ, നമ്മുടെ മക്കളിലെ കുറേ ആൾക്കാർ അത് പുലുകിക്കൊണ്ടിരിക്കുക. എന്ത് മതം? അതെന്തിന്? ദൈവമോ? ആര് കണ്ടു? എവിടെയാണ്? സ്വർഗമോ? അതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ച് മതനിയമങ്ങളെ പരിഹസിക്കുന്ന മെമ്പർമാരുടെ എണ്ണം നമ്മുടെ നാടുകളിലേക്കൊക്കെ അത് ഇറങ്ങിക്കണേ. അതുകൊണ്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന എല്ലാ ആളുകൾക്കും, സഹോദരങ്ങളെ, നിങ്ങൾക്കറിയോ, എന്നെ പഠിപ്പിച്ച പല ഉസ്താദന്മാരും അവിടെ വിഷയം അവതരിപ്പിക്കുന്നുണ്ട്. ആ ഉസ്താദന്മാരെ പരിചയമുള്ളത് കൊണ്ട് ഞാൻ പറയാണ്, അവിടെ വരുന്ന പണ്ഡിതന്മാരുണ്ടല്ലോ, ആ ഡയലോഗിൽ വരുന്ന പണ്ഡിതന്മാരുണ്ടല്ലോ, അന്ന് അവിടെ അവതരിപ്പിക്കാനുള്ള വിഷയങ്ങൾ, വിശിഷ്യ ഇസ്ലാം വിരോധികളായ ആളുകൾക്ക് ആ തെറ്റിദ്ധാരണക്ക് മറുപടി കൊടുക്കുന്ന പരിപാടിയുണ്ടല്ലോ, അത് ദിവസങ്ങളോളം പ്രിപ്പയർഡായിട്ട് അവതരിപ്പിക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഈ പരിപാടി കഴിഞ്ഞ് പോകുമ്പോഴേ കാസർഗോഡ് ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ, ഇതാ ഞായറാഴ്ച അസറിന് നടക്കുന്ന പരിപാടിക്ക് അന്നിഞ്ഞ് രാത്രി 9 മണി വരെ ഒരു തിരക്കും എനിക്കില്ല. അള്ളാഹിൻ്റെ ദീന് പഠിക്കാൻ ഞാൻ പോകുകയാണ്. ആ ഇറക്കത്തിനടക്കം കൂലിയാണ്. ഇവിടുത്തെ രജിസ്ട്രേഷൻ, ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും അതിൽ രേഖപ്പെടുത്തണമെന്ന സ്നേഹത്തോടു കൂടി ഞാൻ ഉണർത്തുകയാണ്. ഈ ഉള്ളവരും എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരും ഈ പരിപാടി ദിവസങ്ങളോളം മീറ്റിംഗ് കൂടി, ഇതാ തൃക്കരിപ്പൂരിൽ കുടുംബസംഗമം ചാർട്ട് ചെയ്യണം. അങ്ങനെ ജനിച്ചു വന്നതാണ് ഈ പരിപാടി. ഇനി നാളെ പെരുമ്പട്ടയിലാണ് ഈ പരിപാടി നടക്കുന്നത്. അതെ, ശനിയാഴ്ച പടന്നയിലാണ് ഈ കുടുംബസംഗമം നടക്കുന്നത്. എന്തിനാണ് ചാർട്ട് ചെയ്ത് ധൃതി പിടിച്ചിട്ട് പ്രസംഗിക്കാൻ പൂതിയായോണ്ടല്ല, സദസ്സ് കിട്ടാത്തതുകൊണ്ടല്ല. നമ്മുടെ ഡയലോഗിൻ്റെ 2 ബസ് ആൾക്കാർ ഇവിടുന്ന് പോകണം. ആരും ഒഴിയാൻ പാടില്ല. മുനീറുണ്ടാകണം, നിങ്ങളുണ്ടാകണം, നിങ്ങളുടെ ഭാര്യമാരുണ്ടാകണം, നിങ്ങളുടെ മക്കളുണ്ടാകണം. അവർ പഠിക്കട്ടെ. സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചു തരും. ഒരു സിനിമാ സംവിധായകൻ പറഞ്ഞു കേട്ടില്ലേ, അവർക്കൊക്കെ ചങ്കിന് കൊള്ളുന്ന മറുപടി തന്നെയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താ പറഞ്ഞത്? പുതിയ സിനിമകൾ ഇറക്കുന്ന സംവിധായകൻ പറഞ്ഞെന്താ, എൻ്റെ സിനിമയായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 2 കുടുംബമെങ്കിൽ കുടുംബം കലങ്ങിയാൽ ഞാൻ വിജയിച്ചു, ഞാൻ ധന്യനായി. എൻ്റെ സിനിമ കണ്ടിട്ടേ 2 ഭാര്യ ഭർത്താക്കന്മാരെങ്കിലും വേർപിരിഞ്ഞാൽ ഞാൻ ഓക്കെയാണ്. അപ്പോൾ ശൈത്താൻ്റെ കോലത്തിലോ വന്നിക്കെന്നർത്ഥം. അങ്ങനത്തെ കുറേ ആളുകളെ നമ്മളെ മക്കളെ നടിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കാൻ, മനസ്സിലാക്കാൻ, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഡയലോഗിലൂടെ നമ്മൾ കൊടുക്കുന്നത്. അവിടെ നിങ്ങൾ പോകുമ്പോൾ
സംവിധാനിച്ചിട്ടില്ലേ? അല്ലെങ്കിൽ പെട്ടെന്നാക്കണം. പോകുമ്പോൾ നിങ്ങളെ പേരും നിങ്ങളെ ഫോൺ നമ്പർ എഴുതിയിട്ട് പോകണം. ഇവിടുന്ന് ബസ് പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആ പ്രോഗ്രാമിൽ നമുക്കെല്ലാം ഒരുമിച്ച് അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാം. നമ്മൾ ദീന് പഠിക്കുക, നല്ലോണം പഠിക്കുക, എന്നിട്ട് ദീനിലേക്ക് കൂടുതൽ മടങ്ങുക, അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് മുന്നേറുക. അല്ലേ? പ്രവാചകന്മാർ യുസാരിഊന ഫിൽ ഖൈറാത്ത് എന്ന് പറഞ്ഞ് മുന്നേറിയതുപോലെ സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കാൻ ആ ഒരു പ്രചാരണത്തിന് കൂടിയാണ് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നിങ്ങളെല്ലാവരും സഹകരിച്ച് ദീനി രംഗത്തുണ്ടാക്കണം. ചൊവ്വാഴ്ച നടക്കണം മഗ്‌രിബിക്കുള്ള ഖുർആൻ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ ഇരിക്കണം. നമ്മൾ ത്വാഹ സൂറത്താണ് പഠിക്കുന്നത്. നമുക്ക് അള്ളാഹിൻ്റെ കലാമ് പഠിക്കാം, ധാരാളം അള്ളാഹുവിലേക്ക് അടുക്കാം. ആ സംരംഭങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതുകൊണ്ട് കൂലിത്തൊഴിലാളികളുണ്ടെങ്കിൽ 168 മണിക്കൂറാണ് 7 ദിവസത്തിലെ. 1 മണിക്കൂർ നമുക്ക് അള്ളാഹ് കൊടുക്കാം. 1 മണിക്കൂർ ഇതെല്ലാം തന്ന റബ്ബിന് കൊടുക്കാം കേട്ടോ. അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ടോ? 1 മണിക്കൂർ ഓട്ടം മാറ്റിയേക്കുക. പറ്റൂലേ? അതാ നമ്മൾ ജോലി സ്ഥലത്ത് ജോലി എടുക്കുന്ന സമയത്ത്, ഞാൻ അദ്ദേഹത്തെ നോക്കി പറഞ്ഞല്ലോ കേട്ടോ, നിങ്ങൾ ഓട്ടോ ഓടിക്കുന്ന ആളാ, അള്ളാഹ് ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. ഞാനിന്ന് പിന്നെ രാമന്തള്ളി ക്ലാസ് എടുത്തുകൊണ്ടുമ്പോൾ പറഞ്ഞ് ഒരു സലഫിൻ്റെ ഒരു ചരിത്രം പറഞ്ഞപ്പോഴേ, അദ്ദേഹത്തെ കാണണമെങ്കിൽ വീട്ടിൽ പോയാൽ മതി, പള്ളിയിൽ പോയാൽ മതി, അങ്ങനെയൊക്കെയായിരുന്നു മുൻഗാമികൾ. നമ്മൾ ചില ആൾക്കാരൊക്കെ ആണെങ്കിൽ ടൗണിൽ പോയാൽ മതി, അല്ലെങ്കിൽ അവിടെ ആ ക്യാരം ബോർഡിൻ്റെ മുമ്പിൽ ക്ലബ്ബിലുണ്ടാവും, അവിടെ പോയാൽ മതി എന്നൊക്കെ പറയാം. കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ടൗണിൽ പോകണ്ടെന്ന് പറഞ്ഞാൽ ഓട്ടോ തൊഴിലാളിയുടെ അവിടെ പോകണ്ട, നല്ലൊരു ഓട്ടോറിക്ഷക്കാരുണ്ടായിരുന്നു അവിടെ. നിങ്ങളവിടെ ഓരവിടെ പോകേണ്ടി വരും, കാരണം അവിടെ എനിക്ക് ഓട്ടം ഉണ്ടാവുക. ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞല്ല, ആ ആശയം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും സഹോദരങ്ങളെ. അപ്പോൾ അവർ തീരുമാനിക്കുക എന്ത്, 1 മണിക്കൂർ ഞാനിതാ ചൊവ്വാഴ്ച തൃക്കരിപ്പൂർ. ആരും വിളിക്കാൻ കാത്തുക്കൊന്നും വേണ്ട, വേഗം വരിക. ഫാറൂഖ് എപ്പോഴും പറയുന്ന കംപ്ലൈൻറ്റ് എന്താ, നിങ്ങൾ മെസ്സേജ് കൂടുതലുണ്ട്, ഓരോരുത്തർ ഓരോ തിരക്കിലായിരിക്കുന്നു. ആ തിരക്കിന് ചൊവ്വാഴ്ച 1 മണിക്കൂർ കേൾക്കാൻ പാടില്ല. ഞാൻ കൽപ്പിക്കുന്നില്ല കേട്ടോ, ചൂടാകുമല്ല, സ്നേഹത്തോടെ പറഞ്ഞാണ്. കൽപ്പിക്കാൻ ഞാനാര്, ചൂടാക്കാൻ ഞാനാര്? നമുക്ക് സ്നേഹത്തോടെ പറയാനേ പറ്റുള്ളൂ. ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ. സഹോദരിമാരെ, നിങ്ങളെ പല ആൾക്കാരും അവിടെ കാണില്ല. നിങ്ങൾ ആ സമയത്ത് വീട്ടിലില്ലേ? അള്ളാഹ് കൂടെ ചോദിക്കൂലേ? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ചൊവ്വാഴ്ചത്തെ മഗ്‌രിബ് നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. നമുക്ക് ഒരുപാട് ആളുകൾക്ക് വെളിച്ചം നൽകുന്നൊരു സംരംഭമായി നമ്മുടെ ആ ഖുർആൻ ക്ലാസ്സിന് മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം 18-ാം തീയതിക്കത്തെ ഡയലോഗ് നിങ്ങളെല്ലാവരും അതിൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് ഒറ്റ പ്രാവശ്യം കൂടി സ്നേഹത്തോടെ ഉണർത്തിയിട്ട്, എന്നെ സഹിച്ച, എന്നെ ക്ഷമിച്ചു കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും അഗൈതവമായ മനസ്സിലുള്ള പ്രാർത്ഥന സമർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരിപാടി തുടങ്ങിയപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ പെയ്തു അല്ലേ? നിങ്ങളൊക്കെ ആമീൻ പറഞ്ഞില്ലേ? അനുകൂലാക്കി തന്നു അല്ല. നമ്മളൊക്കെ മതരംഗത്ത് ഇറങ്ങിയാലേ ഇത് കറാമത്തൊന്നല്ല കേട്ടോ. ഇതിപ്പോൾ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ട്. ഇതാ മുജാഹിദ് കറാമത്ത് പറയണവരെ, കറാമത്തൊന്നല്ല, അത് അള്ളാഹിൻ്റെ സഹായമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം മഴ പെയ്തിക്കണമെങ്കിൽ എവിടെ ഇപ്പോൾ സംവിധാനം ചെയ്യുക? അള്ളാഹു ആലം. റമീൽ ഇപ്പോൾ അവിടെ എന്നോട് ഇങ്ങനെ പറഞ്ഞു അല്ലേ, ഈ ബോക്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നനയും, ഇതൊക്കെ ഇപ്പോൾ നനയുടെ അവസ്ഥയാണ്. ഇല്ല, അള്ളാഹുവിൽ തവക്കുൽ ഇതിന് തുടങ്ങി അല്ലേ? അങ്ങനെ അള്ളാഹിൻ്റെ മാർഗത്തെ രംഗത്തിറങ്ങിയാലേ അള്ളാഹിൻ്റെ സഹായം ഉണ്ടാവും നമുക്ക്. അതിനൊരുപാട് സാക്ഷികളുണ്ട് നമ്മുടെ മുന്നിൽ, ചരിത്രങ്ങളായിട്ടും വ്യക്തികളായിട്ടും ഒട്ടനവധി. അതിലേക്ക് ഇറങ്ങി തിരിച്ചാലേ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് അനിർവചനീയമാണ്. നമ്മളെക്കാളും വലിയ ഓഫീസർമാരും തിരക്കുള്ളവരൊക്കെയാണ് ഇന്ന് സംസ്ഥാന രംഗത്ത് ഇതിൻ്റെ തലപ്പത്തിരിക്കണോല്. നിങ്ങൾക്കറിയോ? അതും വലിയ അധ്യാപകരും ഡോക്ടർമാരും ഹെൽത്ത് ഇൻസ്പെക്ടർമാരൊക്കെയാണ് നമ്മുടെ സംസ്ഥാന രംഗത്തുള്ളത്. ഓലൊക്കെ ആഴ്ചയിൽ അധികം ഡ്യൂട്ടി ഉള്ളവരും ക്ലസ്റ്റർ മീറ്റിംഗ് ഉള്ളവരും അതിൻ്റെ മീറ്റിംഗ് ഉള്ളവരൊക്കെ തന്നെയാണ്. പക്ഷേ ഓല എത്തേണ്ടിടത്തൊക്കെ എത്തുന്നുണ്ട്, നല്ലോണം പണിയെടുക്കണുണ്ട്. തിരക്ക് പറഞ്ഞ് മാറിക്കാൻ നമുക്ക് ആർക്കും അവകാശമല്ല. ആ തിരക്ക് എപ്പോഴാണ് തീരെന്നറിയോ അല്ലേ? അതെ, ഹത്താ സുർത്തുമുൽ മഖാബിർ, ഖബർ വരെ. അതൊന്നും കാത്തിക്കാതെ ഇത്തരം ഉണർത്തലുകൾ ജീവിതത്തിൽ മാറ്റമുണ്ടാകട്ടെ എന്ന് മാത്രം ഉണർത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഈ സദസ്സിനെ ഒരു സ്വാലിഹായ നന്മയായി കബൂലാക്കുമാറാകട്ടെ. നമ്മളിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു ഈ മജ്ലിസ് പിരിയുന്നതിന് മുമ്പ് തന്നെ നമുക്കെല്ലാം അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തീരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മാനസികമായി ഒട്ടനവധി പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ട്. അള്ളാഹു പ്രയാസങ്ങൾ ദൂരീകരിച്ച് സമാധാനത്തിൻ്റെ മേഖലകളിലേക്ക് ആ മനസ്സുകളെ മാറ്റുമാറാകട്ടെ. സാമ്പത്തികമായി പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ട്, ജോലിപരമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്.
ജോലി രംഗത്തും സാമ്പത്തിക രംഗത്തും പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർക്ക് അള്ളാഹു ഹൈറും ബറക്കത്തും ധാരാളം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മക്കൾ അള്ളാഹു അവരിൽ നിന്ന് നമുക്ക് കൺകുളിമ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഇണകൾ അള്ളാഹു അവരിൽ നിന്ന് നമുക്ക് കൺകുളിമ പ്രദാനം ചെയ്യുമാറാകട്ടെ. വയനാടിൻ്റെ മണ്ണിൽ സംഭവിച്ച ആ അപകടം സംഭവിച്ച പല നഷ്ടങ്ങൾ സംഭവിച്ച ആളുകൾ, അവരോട് ക്ഷമിക്കുക എന്ന് പറയാനല്ലാതെ നമുക്കൊന്നിനും സാധ്യമല്ല. പരലോകത്ത് അള്ളാഹു അവർക്ക് ഹൈറായത് കൊടുക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ആ സഹോദരങ്ങൾക്ക് അള്ളാഹു ക്ഷമയും സഹനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള തൗഹീദുള്ള മുവഹിദീങ്ങൾക്ക് അള്ളാഹു ഷഹീദിൻ്റെ പദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്യാൻസർ പോലെയുള്ള വലിയ വലിയ രോഗങ്ങൾ, പുതിയ രോഗങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുക. അള്ളാഹു എല്ലാ രോഗങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ ഏത് കോണിൽ വെച്ച് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് മടങ്ങേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് സ്വർഗം കണ്ടു മരിക്കുന്ന മഹാവിജയികളിൽ അള്ളാഹു സാധുക്കളായ പാപികളായ നമ്മയും ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, ആദർശ സഹോദരങ്ങളുണ്ട്, നമുക്ക് ദീന് പകർന്നു നൽകിയ ഉസ്താദന്മാരും പണ്ഡിതന്മാരുമുണ്ട്. അള്ളാഹു അവരുടെ ഖബറിടം വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ വീടിൻ്റെ മുറ്റത്തെ നമുക്ക് വേണ്ടി സംവിധാനിച്ച ഈ വീട്ടുകാർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.